ഇത് അടീനിയും ചെടിയും എന്നല്ല, ഒരു അടീനിയും മരം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു 6-7 കൊല്ലമായിട്ടുണ്ട് ഞാൻ ഈ പ്ലാന്റ് ഇതിനകത്ത് വെച്ചിട്ട്. ഒരു വലിയ പോട്ടിലാണ് വെച്ചത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതിങ്ങനെ പൊട്ടിയിരുന്നു. ഞാൻ വിചാരിച്ച ആരെങ്കിലും കൊണ്ട് വണ്ടി കൊണ്ട് തട്ടിയതാണെന്ന്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി വണ്ടി തട്ടിയതല്ല. എന്താ സംഭവിച്ചതെന്ന്. യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടീനിയം ഒരു മരം പോലെയായി. ഇതിനു മുമ്പ് തന്നെ മാറ്റേണ്ടതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ചട്ടിയൊക്കെ പൊട്ടിപ്പോയി. ഞാനിതൊന്ന് റീപോർട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ വേറൊരു വലിയ പോട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോട്ട് മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മണ്ണ്, മണൽ, ചാണകം. മണൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 40% മണലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 30% മണ്ണും, പിന്നെ കുറച്ച് ചാണകപ്പൊടിയും, പിന്നെ എന്താ പറയുക, നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അല്പം പിന്നെ എന്താ പറയുക, നമ്മുടെ ഇത് ഇപ്പോൾ ഈ മഴക്കാലമാണല്ലോ, അതുകൊണ്ട് വല്ല ചീച്ചലൊക്കെ വരാതിരിക്കാൻ വേണ്ടി സാഫ് ഒത്തിരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് കുറച്ച് വലിയ പോട്ടായതുകൊണ്ട് ഞാൻ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക കേട്ടോ. കരിയില നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണങ്ങിയ കരിയിലയാണ്. അതൊരു കുറച്ച് ഭാഗം, കാരണം നമ്മുടെ ഈ എന്താ പറയുക അടീനിയത്തിൻ്റെ ഈ ആ കിഴങ്ങുണ്ടല്ലോ, ആ ഭാഗം അങ്ങോട്ട് അടിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് കുറച്ച് കരിയില ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത്രയും കരിയില അങ്ങോട്ട് താഴ്ന്നു പോകുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിക്കകത്ത് നമുക്കിത് പറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പൊട്ടിപ്പോയി. ഇനി ഇത് നിർത്തിയിട്ടും വലിയ കാര്യമില്ല. ഞാൻ അതുകൊണ്ട് ഈ പോട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കളയുവാണേ. പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി നമുക്കതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നീക്കി നോക്കാം. എന്താ നമുക്കതിൻ്റെ ചൂട് എങ്ങനെയാണ്, അതിൻ്റെ കിഴങ്ങ് എത്രമാത്രം വലുതായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ബൾബുണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഈ അടീനിയത്തിനൊക്കെ ബൾബുണ്ട്. ഇത് ശരിക്കും എന്താ പറയുക, ഹൈബ്രിഡ് ഒന്നുമല്ല കേട്ടോ. ഇത് നാടനാണ്. ഇത് കുറച്ച് മഴ കൊണ്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒത്തിരി മഴ എത്തിരുന്നാൽ കുറച്ച് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഹൈബ്രിഡ് ആണെങ്കിൽ തീരെ മഴ കൊള്ളാൻ പറ്റില്ല. ഒരാഴ്ചയിൽ ഒന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനൊക്കെ 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. കണ്ടോ, അതാ ഇത്രമാത്രം. അത് ഞാൻ 6-7 വർഷത്തിന് മുമ്പ് ചെയ്തുകൊണ്ട് മണ്ണ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ മണലൊക്കെ അധികം കാര്യമായിട്ടൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഇതാ അതിനിടയ്ക്ക് നമ്മുടെ സിംബയും വന്നിട്ടുണ്ട് കേട്ടോ പണി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് നീക്കി നോക്കി. ഇപ്പം വലിയ ഒരു കിഴങ്ങാണ്ട് കേട്ടോ. കാണുന്ന വലിയ കാച്ചിക്ക പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതായാലും ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ഇത് വലിയ പോട്ടിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ബോൺസായി പോലെ ആക്കാനായിരുന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഇതിപ്പോൾ വീണ്ടും ഞാനൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ റീപോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനകത്ത് പോട്ടി മിക്സ് ഞാൻ പറഞ്ഞല്ലോ, അത് മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് കൊക്കോപ്പീറ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം നന്നായി വാർന്ന് പോവുകയും ചെയ്യണം, എന്നാൽ അത്യാവശ്യം വെള്ളം വേണം, കുറച്ച് അത്യാവശ്യം കെട്ടി നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ബാക്കി പൊട്ടി മിക്സിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ബൾബ് അതിൻ്റെ ആ കിഴങ്ങ് മൂടിപ്പോകുന്ന രീതിയിൽ മണ്ണിടരുത്. ഒരു കുറച്ച് ഭാഗം അതിന് മുകളിൽ കാണുന്ന രീതിയിൽ വേണം. പക്ഷെ ഞാൻ ആദ്യം നട്ടത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലാന്ന്. ഇതിനകത്തുനിന്ന് കുറേ കമ്പുകളൊക്കെ ഞാൻ വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനിത് വേറെ ഇതിൻ്റെ ബൾബ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ബാക്കി പോട്ടി മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് ഞാൻ എൻ്റെ സാഫ് ഇത്തിരി കലക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് നമുക്ക് വേണം. ബാക്കി മണ്ണും കൂടെ ഞാൻ പോട്ടി മിക്സ് അത്ര ഉള്ളൂ കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. കണ്ടോ, നല്ല ഉണ്ടോ, ബൾബ് അധികം മൂടിപ്പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ 1 മാസത്തേക്ക് ഒരു വളവും ചെയ്യണ്ട കേട്ടോ. 1 മാസം കഴിയുമ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും, പിന്നെ വേപ്പിൻ പിണ്ണാക്കും, എല്ലുപൊടിയും, ചാണകപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും വളമിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും കരുതുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ സാഫ് കലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇത്തിരി ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.